പോളിടെക്നിക് സ്റ്റുഡൻസിൻ്റെ, അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് സ്റ്റുഡൻസിൻ്റെ 4th സെമസ്റ്റർ പേപ്പറായ ഡാറ്റ സ്ട്രക്ചർ വിത്ത് കോഴ്സ് കോഡ് 4133യുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അനാലിസിസ് ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആകെയുള്ള 4 മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ബേസിക് ലെവൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ളത് സ്റ്റാക്ക് ആൻഡ് ക്യൂ ആണ്. സ്റ്റാക്ക് ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ആൻഡ് ക്യൂയുടെ കേസിൽ വരുന്നത് സ്റ്റാക്ക് ആൻഡ് ക്യൂ എന്നുള്ള ബേസിക് ഡാറ്റ സ്ട്രക്ചർ, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് ടു ഡാറ്റ സ്ട്രക്ചർ എന്ന രീതിയിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി അനാലിസിസ്, അതായത് അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി പാർട്ടുകൾ, കോംപ്ലക്സിറ്റി അനാലിസിസ്, ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഇതൊക്കെയും അവിടെ വരുന്നുണ്ട്. ദെൻ ആ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് കൂടുതലും കോംപ്ലക്സിറ്റി പാർട്ടുകളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ സ്റ്റാക്ക് ആൻഡ് ക്യൂ എന്നുള്ള പാർട്ടിൽ നിന്നാണ്. സോ സ്റ്റാക്ക് ആൻഡ് ക്യൂവിൽ നോക്കുന്ന സമയത്ത് എന്താണ് സ്റ്റാക്കിൻ്റെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, സ്റ്റാക്ക് എന്ന് പറയുന്നുള്ള ഡാറ്റ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിലുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഹൗ ടു ഇംപ്ലിമെൻറ്റ് എ സ്റ്റാക്ക് യൂസിങ് അരേ എന്നുള്ള ഇത് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റാക്കിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. സോ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആൻസർ എഴുതുന്ന സമയത്ത് എന്താണ് സ്റ്റാക്ക്, സ്റ്റാക്ക് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്താണ്, അതിൻ്റെ ഒപ്പം തന്നെ അതിന് ശേഷമാണ് ആ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിൻ്റെ ആണെന്ന് നോക്കുക. 5 മാർക്കിൻ്റെ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് പാർട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ് സ്റ്റാക്ക് എഴുതുക, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, സ്റ്റാക്കിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ദെൻ അതിനുശേഷം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് സ്റ്റാക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളതെങ്കിൽ സ്റ്റാക്കിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, എങ്ങനെയാണ് സ്റ്റാക്ക് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പ്രോഗ്രാം കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇതിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്ന മറ്റൊരു പാർട്ടാണ് ഇതിൻ്റെ കൺവേർഷൻ, എക്സ്പ്രഷൻ കൺവേർഷൻ. അതായത് ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻസ് ഗിവൺ ആണെങ്കിൽ അതിന് ഒരു കൺവേർട്ട് ചെയ്യാം. പരസ്പരം ഇൻഫിക്സ് എന്താണ്, പ്രിഫിക്സ് എന്താണ്, പോസ്റ്റ്ഫിക്സ് എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇൻഫിക്സ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക. പ്രിഫിക്സ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ പോസ്റ്റ്ഫിക്സിൻ്റെ കേസിലും എന്താണെന്ന് എഴുതാം, എക്സാമ്പിൾ എഴുതാം. ദെൻ ഇൻഫിക്സ് ടു പ്രിഫിക്സ് കൺവേർഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പ്രഷൻ ഗിവൺ ആയിരിക്കും. ആ എക്സ്പ്രഷൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഗിവൺ ആയിരിക്കും. ആ ഇൻഫിക്സ് എക്സ്പ്രഷനെ ടു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരു പാർട്ട് നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലാണ്, പാർട്ട് സി പാർട്ടിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ അൽഗോരിതം കൂടി അതിൻ്റെ ഒപ്പം ഉൾക്കൊള്ളിക്കണം. അൽഗോരിതം എഴുതിയ ശേഷം അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് ബേസ്ഡ് ആയിട്ടായിരിക്കണം നമുക്ക് ഈ കൺവേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ക്യൂയുടെ സെക്ഷൻ, സോ ഞാൻ പറഞ്ഞു സ്റ്റാക്കും ക്യൂ ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. സോ ഇനി ക്യൂയുടെ സെക്ഷനിൽ വരുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ സെയിം പോലെ തന്നെയാണ് ക്യൂ. നമുക്ക് പ്രോഗ്രാം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടാണ് സ്റ്റാക്കും ക്യൂ. ഒരുപാട് വലിയൊരു പ്രോഗ്രാമാണെന്ന് തോന്നും. പക്ഷേ പഠിക്കുന്ന സമയത്ത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ രണ്ടും തമ്മിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പോയിന്റ്സിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അതിൻ്റെ ഫുൾ ഇംപ്ലിമെൻറ്റേഷനിൽ ഒരു ഹാഫ് പാർട്ടും നമുക്ക് സെയിം പോലെ തന്നെ തോന്നും. സോ അതിൻ്റെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം കുറച്ചുകൂടി ഈസി ആവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ക്യൂയുടെ കേസ് നോക്കുകയാണെങ്കിൽ ക്യൂ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണ് ക്യൂ എന്ന് എഴുതുക, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എഴുതാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കൂടി വരുന്നത് എഴുതാം. ക്യൂയുടെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് സർക്കുലർ ക്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമുക്ക് പ്രോഗ്രാമിംഗ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ബട്ട് ക്യൂ മാത്രമാണ് ചോദിച്ചത്, സിമ്പിൾ ക്യൂയുടെ കേസാണ് ചോദിച്ചെങ്കിൽ അതിനാണ് നമ്മൾ ഡിഫറൻസ് നോക്കാം. പ്രോഗ്രാം ചെയ്യാനുള്ളത് സർക്കുലർ ക്യൂ, അതിൻ്റെ അറേ റെപ്രസെൻറ്റേഷൻ ആണ് ചെയ്യാറുള്ളത്. ദെൻ
അതിൻ്റെ ടൈപ്സ് ഓഫ് ക്യൂ ചോദിക്കാറുണ്ട്. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്യൂ ഉള്ളത്. സോ നമുക്ക് സിമ്പിൾ ക്യൂ എഴുതാം, സർക്കുലർ ക്യൂ എഴുതാം, പ്രയോറിറ്റി ക്യൂ എഴുതാം ആൻഡ് ഡി ക്യൂ കൂടി എഴുതാം. സോ അതിൻ്റെയൊക്കെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനിൽ കൂടിയാണ് നിങ്ങളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇവിടുത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും റെപ്രസെൻറ്റേഷനാണ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് പാർട്ടായിട്ടാണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് എഴുതാൻ കുറച്ച് പാർട്ടായിട്ടുണ്ടാകും. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത് ഈ താഴെയുള്ള 3 പാർട്ടാണ്. അതായത് ഡിസ്ക്രൈബ് അൽഗോരിതം ഫോർ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റാക്ക്, ഇംപ്ലിമെൻറ്റിംഗ് ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ പോലെയുള്ള മെത്തേഡ്സ് ആണ്. അതിൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ്. സോ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് കൂടി കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പാർട്ട് എന്നുള്ളത് ട്രീസ് ആണ്. ട്രീസിൻ്റെ കേസിൽ ട്രീ ആൻഡ് ഗ്രാഫ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളാണ്. ട്രീയുടെ കേസിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്നത് അതിൻ്റെ ട്രാവേഴ്സിങ് അൽഗോരിതംസ് ആണ്. ലൈക്ക് പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിങ് അൽഗോരിതം. അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ട്രീസിൽ എക്സ്പ്രഷൻ ട്രീ ആൻഡ് ത്രെഡഡ് ബൈനറി ട്രീ ചെറിയ മാർക്കിനുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ അതിൻ്റെ ബൈനറി ട്രീയുടെ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കുറവാണ്, ബട്ട് അത് പഠിക്കുക. ദെൻ ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ട്രാവേഴ്സൽ മെക്കാനിസമായി ഇൻ ഓർഡർ മെത്തേഡ് എങ്ങനെയാണ്, പ്രീ ഓർഡർ മെത്തേഡ് എങ്ങനെ, പോസ്റ്റ് ഓർഡർ മെത്തേഡാണ്, അതുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ബി എസ് ടിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. ബി എസ് ടിൻ്റെ കേസിൽ എങ്ങനെയാണ് ബി എസ് ടിയുടെ ട്രാവേഴ്സൽ എങ്ങനെയാണ്, ബി എസ് ടിൻ്റെ ഇൻസേർഷൻ ഒക്കെ ഒരു ബൈനറി സെർച്ച് ട്രീ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഗിവൺ വാല്യൂസ് വെച്ചിട്ട് എങ്ങനെ ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ദെൻ ബൈനറി ട്രീയുടെ ടെർമിനോളജീസ് ഇൻ ബൈനറി ട്രീ, ബൈനറി ട്രീയുടെ ഡിഫറെൻറ്റ് ടെർമിനോളജീസ് ഏതൊക്കെയാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാവാറുണ്ട്. ദെൻ ഫോർത്ത് മൊഡ്യൂളിൻ്റെ കേസിൽ ഫോർത്ത് മൊഡ്യൂൾ എന്നുള്ളത് ഗ്രാഫ് ആൻഡ് സെർച്ചിങ് ആണ്. ഗ്രാഫും അതിന് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതം രണ്ടും ഒരു കേസിൽ വരാണ്ട്. സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതത്തിൻ്റെ കേസിൽ താഴത്തെ പാർട്ടിൽ നമുക്ക് ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ചും, സോർട്ടിങ്ങിൻ്റെ കേസിൽ ബബിൾ സോർട്ട് ആൻഡ് ക്വിക്ക് സോർട്ടുമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് രണ്ടും ഈസിയസ്റ്റ് പാർട്ടാണ്. സെർച്ചിൻ്റെ കേസിൽ ലീനിയർ സെർച്ച് വളരെ ഈസിയായ ഒരു ഇതാണ്. അതിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കുക. ബൈനറി സെർച്ചിൻ്റെ പ്രൊസീജിയർ പഠിക്കുക. അത് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ അൽഗോരിതം എഴുതിയ ശേഷം മാത്രം അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് നോക്കുക. ലീനിയർ സെർച്ചും സെയിം ആണ്. അതിൻ്റെ അൽഗോരിതം പഠിക്കുക. അൽഗോരിതം പഠിച്ച ശേഷം അൽഗോരിതം ബേസ് ചെയ്തിട്ട് മാത്രം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സെയിം ഇതിൻ്റെ കേസ് പോലെ തന്നെയാണ് ബബിൾ സോർട്ടും ക്വിക്ക് സോർട്ടും വരുന്നത്. സോ നമുക്ക് 15 മാർക്കിനൊക്കെ ചോദിക്കുകയാണ്, ക്വിക്ക് സോർട്ട് ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ അൽഗോരിതം എഴുതണം. അൽഗോരിതം എഴുതിയ ശേഷം ഒരു ചെറിയൊരു എക്സാമ്പിൾ വലുതെടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ടൈമിനനുസരിച്ച് ചെറിയൊരു എക്സാമ്പിൾ എടുത്ത ശേഷം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിക്കണം. ബബിൾ സോർട്ടും സെയിം ആണ്. ദെൻ ഗ്രാഫിൻ്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഗ്രാഫിൻ്റെ ട്രാവേഴ്സൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ, അഡ്ജസൻസി മെട്രിക്സ് മെത്തേഡും അഡ്ജസൻസി ലിസ്റ്റ് മെത്തേഡ് കൂടി ചോദിക്കാറുണ്ട്. ഓക്കെ, വാർഷൽസ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബട്ട് അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് പകരം ബാക്കിയുള്ള പാർട്ടൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വാർഷൽസ് അൽഗോരിതം പഠിക്കാം. 3-4 പ്രാവശ്യം എങ്ങാനും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വാർഷൽസ് അൽഗോരിതം ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ ഇംപ്ലിമെൻറ്റ് വാർഷൽസ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അൽഗോരിതം ബേസ്ഡ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ BFS and DFS, adjacency matrix method, adjacency list method, bubble sort, quick sort, linear search and binary search എന്നുള്ള പാർട്ട് പഠിച്ചാൽ തന്നെ ഈ ഒരു ഗ്രാഫ് എന്നുള്ള മൊഡ്യൂളിൽ നിന്നുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് എന്താണ് ഗ്രാഫ് എന്ന് ചോദിക്കാം. ഗ്രാഫിൻ്റെ ടേംസ് യൂസ്ഡ് ഇൻ ഗ്രാഫ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.